പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാസന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ സാന്നിധ്യം ഈ കൃപാസനത്തിൽ വന്നിറങ്ങി പ്രാർത്ഥിച്ചു പോകുന്ന ലക്ഷോപലക്ഷം മനുഷ്യരുടെ പ്രാർത്ഥനയുടെ ശക്തിയാൽ ഞാൻ ഇന്നത്തെ ദിവസത്തെ എൻ്റെ മക്കളുടെ ആവശ്യങ്ങളെ കർത്താവിൻ്റെ ദൃശ്യം സമർപ്പിച്ചുകൊണ്ട് ആശീർവദിക്കുന്നു. കർത്താവെ, അങ്ങയുടെ മക്കളുടെ മേൽ നിൻ്റെ തിരുമുറുപാട് മരുതുകരം വെക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ശിരസിൻ്റെ രോഗങ്ങൾ, ബ്രെയിനിലെ സിസ്റ്റുകൾ, ബ്രെയിനിലെ ക്യാൻസറുകൾ, ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ രോഗങ്ങൾ ഈ നിമിഷം ഇത് പ്രാർത്ഥന കൂടുന്ന മക്കളുടെ മേൽ കർത്താവിൻ്റെ ശക്തി ഒഴുകുകയും നീ സുഖപ്പെടുകയും ചെയ്യട്ടെ. തൊണ്ടനൊമ്പരങ്ങൾ, അത്തോൺസൈറ്റുകൾ, തൈറോയിഡുകൾ, ശ്വാസകോശ രോഗങ്ങൾ, ഉദര രോഗങ്ങൾ, പിസ്തുല രോഗങ്ങൾ, PCOD രോഗങ്ങൾ, സർവാംഗവാദ രോഗങ്ങൾ, വൃഷ്ണരോഗങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ ഉച്ച മുതൽ ഉള്ളങ്കാർ വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. മരുന്ന് ലേപനമല്ല, അങ്ങയുടെ വചനമാണല്ലോ അങ്ങയുടെ മക്കളെ സുഖപ്പെടുത്തുന്നത്. വചനത്തിൻ്റെ കരുത്ത ശക്തിയാൽ യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ അങ്ങയുടെ മക്കൾ സൗഖ്യം പ്രാപിക്കട്ടെ. കർത്താവെ, ഇന്നത്തെ യാത്ര, ഇന്നത്തെ സംസാരം, ഇന്നത്തെ കമ്മ്യൂണിക്കേഷൻസ്, ഇന്നത്തെ ഒപ്പുകൾ, ഇന്നത്തെ എഴുത്തുകൾ, ഇന്നത്തെ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, കർത്താവ് ഇന്ന് ചെയ്തു തീർക്കേണ്ട എല്ലാ ഉത്തരവാദിത്തങ്ങളും കണ്ടുമുട്ടുന്ന എല്ലാ വ്യക്തികളുടെ മേലും എൻ്റെ മക്കളുടെ മേൽ കർത്താവിൻ്റെ ശക്തി പ്രവർത്തിക്കുകയും മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ സഞ്ചാരി മാതാവ് സമയത്തിനധികാരം നിലമേലങ്കിയാൽ നിങ്ങളെ പൊതിയുകയും സന്തോഷത്തോടെ നിങ്ങൾ രാത്രി തിരിച്ചു വരാൻ ദൈവം അനുവദിക്കുകയും ചെയ്യട്ടെ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ
ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ കഴിഞ്ഞു മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കണ്ടപ്പോഴവരെ ഇപ്പൊ ചേച്ചിമാരും അമ്മച്ചിമാരൊക്കെ അത് ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയത്തില്ല. ലോകം ചെറുപ്പക്കാരെല്ലാം ഇപ്പം ഈ ലോക ഫുട്ബോളിൻ്റെ പുറകെയാണ്. അതായത് എനിക്ക് അതായത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഫുട്ബോളിലെ പ്രധാനപ്പെട്ട രാക്ഷസന്മാരൊക്കെ പുറത്തായി. അതായത് പോർച്ചുഗൽ പുറത്തായി, ബ്രസീൽ പുറത്തായി, പിന്നെ ഇപ്പം നോർവേ കയറി വന്ന് ഇന്ത്യക്കാരെന്തുകൊണ്ടാണ് സെലക്ഷൻ കിട്ടാഞ്ഞതെന്ന് ഭയങ്കര ചർച്ച. നമ്മൾ 140 കോടി ഉണ്ടല്ലോ, അപ്പോൾ നമ്മളെക്കാളും 150 കൂടെ ഗ്രാസിയ അങ്ങനെ എന്തോ ചെറിയ രാജ്യങ്ങളൊക്കെ ഇല്ലേ, അവർക്കൊക്കെ ലോക ഫുട്ബോളിൽ സെലക്ഷൻ കിട്ടി. നമ്മളിന്ന് പറയുന്ന പല രാജ്യങ്ങളും 94-96 സെലക്ഷൻ്റെ കാലത്ത് ഈ ഇന്ത്യ 7-ാം സ്ഥാനത്തായിരുന്നു ലോകകപ്പ്. ആ ഇന്ത്യയിൽ നിന്ന് 144 പോയിന്ന്. അപ്പോൾ കൂടിയില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ ഈ ഹാർലൻഡ് തന്നെ കളിക്കാൻ ഞങ്ങൾ കണ്ടു കാണാം. അയാളുടെ ഓട്ടം കണ്ടില്ലേ. അപ്പോൾ ഇപ്പോൾ എന്താ ഒരു സ്കൂൾ ഇറങ്ങിയിട്ടുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഇന്ത്യക്കാരന് സെലക്ഷൻ കിട്ടുന്നില്ല. അപ്പോൾ അതിന് ചില സാമൂഹിക ശാസ്ത്രജ്ഞന്മാരുണ്ടല്ലോ, അവരുടെ വിലയിരുത്തലുണ്ട്. അല്ല, ഒരു വിലയിരുത്തൽ എനിക്ക് ഭയങ്കര റീസണബിളായിട്ട് തോന്നി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബൈക്കിങ്സാണ് ഇവരൊക്കെ, ഹാർലൻഡുകാരൊക്കെ. അപ്പോൾ അവർ പണ്ട് ഒറ്റ പാമരത്തിൽ ഒറ്റ പാകെട്ടി ലോകം മുഴുവൻ ഒറ്റക്ക് കച്ചവടത്തിന് വന്ന പാർട്ടിയാണ് ഈ ബൈക്കിങ്സ് എന്ന് പറയുന്നത്, ഈ ഹാർലൻഡിൻ്റെ ആൾക്കാർ. അപ്പോൾ അവരുടെ ഭയങ്കര കാടൻ ജോലി ചെയ്ത ആൾക്കാരാണ്. അപ്പോൾ അവരുടെ DNA ഒക്കെ കാടൻ DNA ആയിരിക്കും. കണ്ടില്ലേ, അവനെ കണ്ടില്ലേ, ആ ഓടിപ്പോണ പോക്കിൽ പലരെയും തള്ളി താഴെയിട്ടാണ് പോണത്. അയാൾക്ക് യാതൊരുവിധ കുറ്റബോധമോ ഒന്നുമില്ല. അത് കളിയുടെ ഭാഗമാണെന്ന് പറഞ്ഞുകൊണ്ട് പോവുകയും ഈ എന്ത് വിഷയത്തിൽ അത്രയും കണ്ടിങ്ങനെ റഫാണ് അവർ. ഈ റഫ് ആൻഡ് ടഫ് എന്ന് പറഞ്ഞ പോലെ ഇന്ത്യക്കാരിങ്ങനെ റഫ് ആൻഡ് ടഫ് ആകത്തില്ല. മറ്റവർക്കാണെങ്കിൽ അവർ ആംഗ്ലോ സാക്സൺ വർഗമാണ്, യൂറോപ്യൻസ്. അവരിങ്ങനെ ഒരു ആനിമലിൻ്റെ പുറകെ ഓടിച്ച് പിടിച്ച് ആണ് മാത്രമേ അവർക്ക് ഭക്ഷണം കിട്ടത്തുള്ളൂ. അവിടെ പൂർവികർ അങ്ങനെയായിരുന്നു, ആംഗ്ലോ സാക്സൺസ്. ഇങ്ങനെ ഓടിപ്പിടിക്കണം. ചിലപ്പോൾ അതുമായിട്ട് കുത്തി ചിലപ്പോൾ ചത്തുപോയെന്നും വരും. ഇത്ര നേരം ഒരു നേരം കഴിക്കാൻ വേണ്ടി ജീവൻ പണയം വെച്ചാണ് അവർ ജീവിച്ചുകൊണ്ടിരുന്നത്. അത് കാരണം അവർ ഭയങ്കര എനർജറ്റിക്കാണ്. ആ ലോകം മുഴുവൻ അവർ കീഴടക്കിയില്ലേ. അത് ഇതുകൊണ്ടാണ് എല്ലായിടത്തും ചെല്ലുമ്പോൾ അവരുടെ രാജ്യമല്ലേ ഉണ്ടാകണത്. കപ്പലോട്ടക്കാരുടെ കാലത്ത് അവർ പിടിച്ചെടുത്താണിതെല്ലാം. ഇന്ത്യക്കാരൻ അങ്ങനെ കപ്പലോടാനൊന്നും പോയില്ല. എന്നുവെച്ചാൽ നമുക്കത് നമ്മളെക്കുറിച്ച് പറയണതേ, നമ്മൾ എവിടെയെങ്കിലും സ്വസ്ഥമായി, നമ്മൾ വെജിറ്റേറിയനാണ്. അതുകൊണ്ട് എവിടെയെങ്കിലും ഇരുന്ന് പ്രാർത്ഥിക്കുക. വേണമെങ്കിൽ ആ ഇരിപ്പ് നമ്മൾ വേണമെങ്കിൽ ഒരു 10 കൊല്ലമൊക്കെ ഇരിക്കണേ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മുടെ ഇതെല്ലോ മഹാഋഷിമാരുണ്ടായിട്ടില്ലേ. ഇന്നുകൊണ്ട് അത്തരം ഋഷിമാർ ഹിമാലയങ്ങളിലെ. അപ്പം നമുക്ക് എവിടെയെങ്കിലും ഇരുന്ന് ചെയ്യണ കാര്യങ്ങളാണ്. ഭക്ഷണം നമുക്ക് പാല് കിട്ടിയാൽ മതി, അല്ലെങ്കിൽ കുറച്ച് പഴം കിട്ടിയാൽ മതി. അതിന് വേട്ടയാടി പിടിക്കലൊന്നുമില്ല. സസ്യബുക്കുകളാണ് പൊതുവേ ഇന്ത്യക്കാർ. അതിങ്ങനെ ഒരു 2-3 ലക്ഷം കൊല്ലം ഈ DNA, ഈ ജീൻസ് ഇങ്ങനെ കൈമാറുമ്പോൾ നമ്മൾ ഇരിപ്പുകാരാകും. പക്ഷെ ഇരിക്കുന്ന പരിപാടിക്ക് നമ്മൾ അത് ഓടാത്ത കാര്യങ്ങളിൽ ഇപ്പം ചെസ്സൊക്കെ ലോകത്തിൽ 1-ാം സ്ഥാനമാണ് നമുക്ക് ചെസ്സിന്. എന്താ ഇരുന്നാൽ മതിയല്ല. ഫുട്ബോളിൽ 90 മിനിറ്റ് ഓടണ്ടേ അങ്ങോട്ടും ഇങ്ങോട്ടും, എപ്പോഴും ഓട്ടത്തിലല്ലേ. എന്ത് ഓടം എന്ത് മറിച്ചിട്ടും നമുക്ക് അറിയാൻ പറ്റത്തില്ല. അപ്പം അതുപോലെ തന്നെയായിരിക്കും. പക്ഷെ ഇത് ഇങ്ങനെ ഒരു DNA, അല്ല ഡോർമൻ DNA, അതായത് സ്റ്റാറ്റിക് ആയിട്ടുള്ള എവിടെയെങ്കിലും ഇരുന്ന് ചെയ്യണ ജോലി. ക്രിക്കറ്റിലും നമുക്ക് സ്റ്റമ്പിൻ്റെ അടുത്ത് നിന്ന് ഇടക്കൊന്ന് അടിച്ചാൽ മതിയല്ല,
ഒരു സിക്സൊക്കെ അടിക്കുന്ന കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ ക്രിക്കറ്റിൽ നമുക്ക് നല്ല സമ്മാനം കിട്ടിയിട്ടുണ്ട്. നമ്മളത്ര മോശക്കാരൊന്നുമല്ലേ. നമ്മുടെ DNA ഇങ്ങനെ എവിടെയെങ്കിലും ഇരിക്കുന്ന DNA ആണെന്നുണ്ട്. എന്താ ഞാനിപ്പോൾ ഇത് പറയാൻ കാര്യം, ഞാൻ നിങ്ങളെ ലോകകപ്പ് പഠിപ്പിക്കാൻ വന്നതല്ല. പക്ഷേ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥനാ ജീവിതത്തെ ഇത് ബാധിക്കുന്നുണ്ട് ശരിക്കും, പ്രത്യേകിച്ച് ഉടമ്പടി ജീവിതത്തെ. എന്താ പ്രശ്നം വെച്ചാൽ ഉടമ്പടി ഈശോ ഈ പുതിയ നിയമത്തിൻ്റെ ആധ്യാത്മികത ഉദ്ഘാടനം ചെയ്തപ്പോൾ ഈശോ പറഞ്ഞ് ഈ പഴയ മെഷർ കൊണ്ട് നടക്കത്തില്ല കേട്ടോ, പുതിയ വീഞ്ഞാണിത്, ഇത് പഴയ തോൽക്കുടത്തെയും കൊണ്ടുപോയി വെക്കരുത്. മറ്റേത് അതാണ് വായിച്ചത്. ലൂക്ക 5:37-38. ലൂക്ക 5:37-38. ആരും പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങളിൽ ഒഴിച്ചു വെക്കാറില്ല. അങ്ങനെ ചെയ്താൽ പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങൾ ഭേദിച്ച് ഒഴുകിപ്പോവുകയും തോൽക്കുടങ്ങൾ നശിക്കുകയും ചെയ്യും. പുതിയ വീഞ്ഞ് പുതിയ തോൽക്കുടങ്ങളിലാണ് ഒഴിച്ചു വെക്കേണ്ടത്. ഇപ്പൊ ഉടമ്പടി ഒരു പുതിയ വീഞ്ഞാണ്. അത് എവിടെയെങ്കിലും ഇരുന്നുകൊണ്ട് ഇപ്പൊ ചില ആൾക്കാരൊക്കെ ഇല്ലേ പ്രത്യക്ഷ പ്രാർത്ഥന ഞങ്ങൾ 33 പ്രാവശ്യം ചെല്ലിയെന്ന് പറയുമ്പോൾ ഈ പഴയ തോൽക്കുടമാണ്. ഇവിടെ നിന്ന് പറഞ്ഞിട്ടില്ലേ, എവിടെയെങ്കിലും ചടച്ചു കുത്തി ഇരുന്ന് ആ ഉടമ്പടി വർക്ക് ചെയ്യത്തില്ല. ഇത് പുതിയ വീഞ്ഞാണ്, പുതിയ തോൽക്കുടങ്ങൾ തന്നെ വെക്കണം. ഇത് ഇറങ്ങി പ്രവർത്തിക്കുകയാണ് ചെയ്യണം. നമ്മൾ കാരുണ്യ പ്രവർത്തികൾ അങ്ങനെയാണ്. നിങ്ങൾ എന്നെ സന്ദർശിച്ചു എന്നല്ലേ പറഞ്ഞു. ഞാൻ കാരാഗൃഹവാസിയായിരുന്നു, എന്നെ സന്ദർശിച്ചു. അപ്പം ആരാണ്? കർത്താവ് നമ്മളെ സന്ദർശിക്കാൻ വന്നതല്ല, ദൈവത്തെ നമ്മൾ സന്ദർശിക്കുകയാണ് ചെയ്യണത്. റീച്ച് ഔട്ട് ചെയ്യണം. ഇപ്പോൾ റീച്ച് ഔട്ട് ചെയ്യാണ്, അല്ലാതെ വീടിനകത്ത് കുത്തിയിരിക്കുകയല്ല. അപ്പോൾ ഉടമ്പടിയിൽ വരുന്ന ഏറ്റവും വലിയ സാക്ഷ്യങ്ങളുടെ കാരണം ഇതിൻ്റെ പുതിയ വീഞ്ഞ് അത് എടുത്ത ആൾക്കാർ, പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ സാക്ഷ്യങ്ങളല്ല, ഇടി മുഴക്കമുള്ള സാക്ഷ്യങ്ങൾ. എന്താണ്? അവർ പുതിയ വീഞ്ഞ് പുതിയ തോൽക്കുടങ്ങൾ തന്നെ വെച്ചിരിക്കുന്നത്. അത് ഇടിവിട്ട് പോലെ ഇറങ്ങി പ്രവർത്തിക്കും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞ സാക്ഷ്യങ്ങളെല്ലാം അങ്ങനെയല്ലേ. ഓരോരുത്തരും ഇങ്ങനെ ഇറങ്ങി കർത്താവിൻ്റെ സുവിശേഷം കൈമാറുന്ന പുതിയ വീഞ്ഞ് പുതിയ തോൽക്കുടങ്ങളിൽ എല്ലാവരും വെക്കാനും അതുകൊണ്ട് പുതിയ ഫലങ്ങൾ ഉണ്ടാക്കാനും ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. എന്ത് ചെയ്തിട്ട് അത് മാത്രം മാറുന്നില്ല, ബാക്കിയെല്ലാം അമ്മമാതാവ് സാധിച്ചു. ഈയിടെ ആയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവും. 83 വയസ്സുണ്ട്. മാറി അത് മാതാവ് മാറ്റിത്തരും. എനിക്കറിയാം, അമ്മ മാതാവ് മാറ്റിത്തരുമെന്ന് എനിക്ക് നല്ലോണം അറിയാം. ഇത്രയും കാര്യങ്ങൾ സാധിച്ചു തന്ന മാതാവ് ഇത് മാറ്റിത്തരും. അടുത്ത സാക്ഷ്യത്തിനായിട്ട് ഞാൻ ഇവിടെ അതിനാണ് വരുന്നത്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ 25 കൊല്ലം മുമ്പ് ഞാൻ പത്രമെല്ലാം മേടിച്ച് മെഡിക്കൽ കോളേജിലെ ഞങ്ങളുടെ പള്ളിയിലെ വീടുകളിലെല്ലാം കൊണ്ടു കൊടുക്കും. അടുത്ത് എന്തെങ്കിലും രോഗികളുണ്ട് അവരുടെ വീട്ടിൽ പോയി എന്നെക്കൊണ്ട് ചെയ്യാവുന്ന വിധത്തിൽ സഹായം ചെയ്തു കൊടുക്കുകയും മെഡിക്കൽ കോളേജിൽ പോകുമ്പോഴത്തേന് രൂപ കൊടുക്കുകയും 25 കൊല്ലമായിട്ട് ഞങ്ങളുടെ അടുത്ത് ആർക്കെങ്കിലും ഒരു മേലം നിറഞ്ഞ പൈസ കൊണ്ടു കൊടുക്കും. ഞാൻ പറയും, ഇല്ലെങ്കിൽ നമുക്ക് ഞായറാഴ്ച മീൻ മേടിക്കണ്ട, ഇറച്ചി മേടിക്കണ്ട, ആ പൈസ കൊണ്ടു കൊടുക്കണം എന്ന് പറയും. അതുകൊണ്ട് ദൈവം എന്നും ഉയർത്തിയിട്ടുള്ളൂ മാതാവേ, ഇന്ന് വരെ ഉയർത്തി, ഓരോ ദിവസവും ഉയർത്തി നല്ലൊരു ഇതായിട്ട് ജീവിക്കുക. പിന്നെ എൻ്റെ മോന് മാത്രം അത് അമ്മ മാതാവ് നടത്തി തരും. പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ കാരുണ്യ പ്രവൃത്തിയും പ്രേക്ഷിത പ്രവർത്തനം എനിക്ക് ചെയ്യാവുന്ന രീതിയിൽ കൂടുതൽ ചെയ്തും, മരുന്ന് മേടിക്കാൻ പോകുന്ന സമയത്ത് ആരെങ്കിലും കണ്ടാൽ പൈസ കൊടുത്തു. ഞാൻ അങ്ങനെയെല്ലാം എൻ്റെ അമ്മ മാതാവ് തന്ന 1000 നന്ദി. ഇനി എൻ്റെ മോൻ്റെ കാര്യം മാത്രം അമ്മ മാതാവ് നടത്തി തരും. എനിക്കത് മാത്രം ഒരിതാണ്, അത് മാറ്റി തരും. യേശുവിനും മാതാവിനും 1000 തിരുക്കുമാരനും നന്ദി. ദൈവനാമം മഹത്വപ്പെടുത്തട്ടെ. എൻ്റെ പേര് ഡിംപിൾ സെബാസ്റ്റ്യൻ, ഇതെൻ്റെ പപ്പ സെബാസ്റ്റ്യൻ. ഞങ്ങളുടെ വരുന്നത് വയനാട്ടിൽ നിന്നാണ്. ഈശോയും മാതാവും അനുഗ്രഹിച്ചതിൻ്റെ 2ാമത്തെ സാക്ഷ്യമാണ്. ഈ ദൈവമായ ആൾത്താരയിൽ കയറി നിൽക്കാൻ ഉള്ള അനുഗ്രഹം തന്നതിനെ ഓർത്ത് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു ഈശോയ്ക്കും അമ്മയ്ക്കും. ഞാൻ ആദ്യമായി എൻ്റെ ഉടമ്പടി തുടങ്ങുന്നത് ജൂലൈ 16, 2022 ആണ്. അന്ന് ഞാനിങ്ങോട്ട് വരുന്നത് ഒത്തിരി കാര്യങ്ങളുണ്ട്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വേണ്ട എല്ലാ ദുഃഖങ്ങളും എൻ്റെ കുടുംബത്തിലുണ്ടായിരുന്നു. അപ്പം ഞാൻ വരുന്നത് മമ്മിയുടെ രോഗത്തിനോടനുബന്ധിച്ചാണ്. അപ്പോൾ ആദ്യത്തെ ഉടമ്പടി ഞാൻ മമ്മീൻ്റെ രോഗം കുറിച്ച് എഴുതാൻ വന്നപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ച് മടുത്ത് വിട്ടുപോയ ഒരു കാര്യം,
അതായത് ഞങ്ങളുടെ വീടും സ്ഥലവും 16-17 വർഷമായി ഞങ്ങൾ തലകുത്തി കിടന്ന് അങ്ങനെ പോകാത്ത സ്ഥലങ്ങളില്ല. അങ്ങനെ പ്രാർത്ഥിച്ചിരുന്ന ആ ഒരു നിയോഗം പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്ന്, ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടും കൂടിയില്ല, അതെനിക്ക് ഓർമ്മ വന്ന് ഞാൻ എഴുതി. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് പോന്ന് ഒരു 500-ൽ പരം ആളുകൾ എൻ്റെ വീട് സ്ഥലം വന്ന് കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഒരാൾ പോലും തിരിച്ചു വന്നിട്ടില്ല. അങ്ങനെ ഞാൻ വിചാരിച്ചു, പക്ഷെ ഞാനിവിടെ വന്ന് നിൽക്കുമ്പോൾ എനിക്ക് അമ്മയുടെ മുഖത്ത് നോക്കാൻ പറ്റത്തില്ലായിരുന്നു. ഞാൻ കരച്ചിലായിരുന്നു. കാരണം എൻ്റെ പഠനം, എൻ്റെ ജോലി ഒക്കെ എനിക്ക് ഈശോ തന്നതാണ്. പക്ഷേ ആ കാര്യം കഴിഞ്ഞപ്പോൾ ഞാൻ അതിൽ നിന്ന് അകന്നു. അപ്പം എനിക്ക് മാതാവിൻ്റെ മുഖത്ത് ഞാൻ എങ്ങനെയാണ് ഇങ്ങനെ എൻ്റെ ആവശ്യങ്ങൾ ഇവിടെ വന്ന് പറയുന്നേ എന്നൊരു ചിന്തയായിരുന്നു എൻ്റെ മനസ്സിൽ. അപ്പം ഞാൻ വിചാരിച്ചു എല്ലാവരും അടയാളം ചോദിക്കുന്നു, അപ്പം എന്നെ അമ്മ കാണുന്നുണ്ടാവുമോ എന്നൊക്കെ ഞാനിങ്ങനെ വിചാരിച്ച് നിൽക്കുമ്പോഴാണ്, എനിക്കറിയില്ല ടോക്കൺ എടുത്തിട്ടാണ് മാതാവിനെ എഴുന്നള്ളിച്ച് കൊണ്ടുവരാനുള്ള അവസരങ്ങളൊക്കെ കിട്ടുന്നതെന്ന്. അപ്പം ഞാൻ സിസ്റ്റർ എൻ്റെ മുമ്പിൽ വന്ന് നിന്നു. പെട്ടെന്ന് ഞാൻ ടോക്കൺ എടുത്തു. അപ്പോൾ എനിക്ക് മാതാവ്. അപ്പോൾ എല്ലാവരും മാതാവിനെ കിട്ടിയോ? അപ്പം എനിക്ക് മനസ്സിലായി അമ്മ എന്നെ കാണുന്നുണ്ട്. അപ്പം അങ്കിൾ വന്ന് എൻ്റെ നിയോഗ ഉടമ്പടി പത്രം എടുത്തിട്ട് അമ്മയുടെ മുമ്പിൽ വെച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മ എന്നെ കാണുന്നുണ്ട്. അന്ന് ഞാൻ പോയി എനിക്ക് എല്ലാ നിയോഗങ്ങളും എല്ലാ പ്രേക്ഷിത പ്രവർത്തനങ്ങളും ചെയ്യാൻ ഒരു മടിയും ഉണ്ടായിരുന്നില്ല. ഞാനങ്ങനെ പോയി. അന്ന് തൊട്ട് ഞാൻ എൻ്റെ സ്ഥലത്തിന് ചുറ്റും വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് അച്ഛനെ കാണാൻ എനിക്കൊരവസരം കിട്ടി. അച്ഛനൊരു കാശുരൂപം തന്ന് ഞാൻ അവിടെ സ്ഥാപിച്ചു. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥനയോടെ കൂടി ഇരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ചു ഞാനെല്ലാം കറക്റ്റായി ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ വേഗം നടക്കുമായിരിക്കുന്നത്. പക്ഷെ നടന്നില്ല. ഞാൻ ഓരോ ഡേറ്റുകൾ മാറി ഇട്ടു. സെപ്റ്റംബർ 8, ഓഗസ്റ്റ് 15 അങ്ങനെ മാറി ഉടമ്പടി പുതുക്കി. പക്ഷെ 2 ഉടമ്പടിയിൽ വെച്ച് കഴിഞ്ഞ് ഞാൻ ആ കാര്യം വിട്ടില്ല. പക്ഷെ ഞാൻ ഇടയ്ക്ക് പ്രാർത്ഥിക്കും. അപ്പം ഞാൻ ഉടമ്പടി നിയോഗം ഡേറ്റ് എടുത്തിട്ട് ഞാൻ നേരത്തെ ബസ്സൊക്കെ ബുക്ക് ചെയ്തിടും സാക്ഷ്യം പറയാൻ. കാരണം വിശ്വാസ പ്രഖ്യാപനമാണല്ലോ. അപ്പം ഞാൻ സാക്ഷ്യം പറയാൻ ബസ് നേരത്തെ ബുക്ക് ചെയ്തിടും. പക്ഷെ അങ്ങനെ ഒരു 5-6 തവണ ഞാൻ അങ്ങനെ ചെയ്തു. അപ്പോൾ ആ പൈസയൊക്കെ പോവും. അപ്പോൾ വീട്ടിലും ദേഷ്യമായി, പിന്നെ ഇതൊന്നും നടക്കുന്നില്ലല്ലോ. അപ്പോൾ തന്നെ എന്നെ കളിയാക്കും, നീ കുറച്ച് ഓവറാണെന്നൊക്കെ പറഞ്ഞ്. പക്ഷെ ഞാൻ വിശ്വാസത്തോടെ കാത്തിരുന്നു. അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യത്തെ ജപമാല റാലിയിൽ എനിക്ക് പങ്കുകൊള്ളാൻ പറ്റിയില്ല. വേണ്ടത്ര ഒരുക്കമില്ലാതെ ഇരുന്നത് കൊണ്ടായിരിക്കാം എനിക്ക് അന്ന് പനി പിടിച്ചു. അപ്പോൾ ഇപ്രാവശ്യത്തെ ജപമാല റാലിക്ക് മുമ്പേ ഞാൻ 1 മാസം മുമ്പേ 3 മണിക്ക് എണീറ്റ് ജപമാല ചൊല്ലി തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ജപമാല റാലിക്ക് ഞാനും പപ്പയും പങ്കെടുത്തിരുന്നു. അന്ന് വന്നപ്പം ഞാൻ എൻ്റെ സ്ഥലത്തിൻ്റെ മണ്ണെടുത്ത് വന്നിരുന്നു. അത് കൈ പിടിച്ചുകൊണ്ടാണ് ഞാൻ ജപമാല റാലി കംപ്ലീറ്റ് ചെയ്തത്. അത് കഴിഞ്ഞ് ഡിസംബർ 7-ാം തീയതി ഞങ്ങൾ ഈ കാര്യത്തിനെ പറ്റി ഓർക്കുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ല, അതങ്ങ് വിട്ട് കളഞ്ഞു. ഡിസംബർ 7-ാം തീയതി അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ആ ദിവസം 2:30-ക്കുള്ളിൽ ഞങ്ങൾ അറിയാത്തൊരാൾക്കാർ വന്ന് ഞങ്ങൾക്ക് ടോക്കൺ തന്ന് അർഹമായ ഒരു വിലയ്ക്ക് ഞങ്ങളുടെ ആ സ്ഥലം വാങ്ങിക്കുകയുണ്ടായി. അത് അമ്മ, കാരണം ഡിസംബർ മാസം ദൈവം ഏറ്റവും വലിയ സ്നേഹമായി ഈശോ നമുക്ക് തന്ന മാസമാണ്. അതുപോലെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു ഡിസംബർ 7-ാം തീയതി അമ്മ ഞങ്ങൾക്ക് ഇത് നടത്തി തന്നു. അതും വിചാരിക്കാത്ത സമയത്ത്, നിങ്ങൾ പ്രാർത്ഥിക്കാത്ത നേരത്ത്. നമ്മൾ മറന്നാലും അമ്മയും ഈശോയും നമ്മുടെ ആവശ്യങ്ങളൊന്നും മറക്കില്ല. അങ്ങനെ അതിന് മാതാവിനോട് ഈശോയോട് ഒരുപാട് നന്ദി പറയുന്നു. അതിനുശേഷം ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്കും പുറത്തേക്ക് പോയാലോ അങ്ങനെയൊക്കെ ഒരു ചിന്ത വന്നത്. അപ്പം ഓൾറെഡി എന്നെ ലക്ഷങ്ങൾ കൊടുത്തിട്ടാണ് പപ്പ പഠിപ്പിച്ചത്. ഒരു 25 ലക്ഷം കൊടുത്തിട്ടാണ് പഠിപ്പിച്ചത്. അപ്പം എൻ്റെ സിസ്റ്റർ 12th പാസ് ഔട്ട് ആവാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പം ഇനി ഞാൻ പഠിക്കാൻ പോയാൽ എൻ്റെ കുടുംബത്തിന് അതൊരു ഫിനാൻഷ്യൽ ക്രൈസിസ് ആവും. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു, ഒന്നുമില്ലാതെ എനിക്ക് എവിടെയെങ്കിലും തരുവാണെങ്കിൽ അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചു. ഞാൻ പാസ്പോർട്ട് അമ്മയുടെ മുമ്പിൽ കാണിച്ചിട്ട് എവിടെയെങ്കിലും എനിക്കിത് പോകാൻ അമ്മയ്ക്ക് ഈശോയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എനിക്ക് തരണമെന്ന് പ്രാർത്ഥിച്ചിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഫ്രാൻസിൽ പോകാൻ ഞാനിങ്ങനെ ഒരു ബ്രോഷറിൽ കണ്ടു. ഞാൻ ജോലി ചെയ്യുന്ന ബാംഗ്ലൂരാണ്. അപ്പോൾ ജോലീൻ്റെ ഒപ്പം ഞാൻ രാത്രി ഇരുന്ന് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ഉദ്ദേശിച്ച കോളേജിൽ ഇൻ്റർവ്യൂ ഒക്കെ പാസ്സായി, എനിക്കത് കിട്ടി. പക്ഷേ എനിക്ക് വലിയൊരു മാനസിക സംഘർഷം അവിടെ ഉണ്ടായി.
കാരണം 36 ലക്ഷം ഡിസൈൻ കോഴ്സാണ്. അപ്പം ഒരിക്കലും സ്കോളർഷിപ്പൊന്നും അധികം ഇല്ല. അപ്പം 36 ലക്ഷം ആവും എല്ലാം കൂടെ നോക്കുമ്പം. അപ്പം ഞാൻ നോക്കുമ്പം ലോൺ എടുക്കുക, അപ്പം എൻ്റെ അനിയത്തി പഠിക്കാനുണ്ട്. അപ്പം ഞാനത് എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. കാരണം ഈശോ തന്നാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. ഞാൻ എന്നിട്ട് പ്രാർത്ഥിച്ച് വളരെ ഒരു പ്രത്യേക അവസ്ഥയിലൂടെ ഞാൻ കടന്നുപോയി. എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. ഞാൻ രാത്രി എഴുന്നേറ്റ് സമ്പൂർണ്ണ ജപമാലയൊക്കെ ചൊല്ലും. ഞാനെന്ത് കാണിച്ചു, ഞാനത് ഒഴിവാക്കി. ഞാനത് വേണ്ടാന്ന് വെച്ചു. ഈശോ എനിക്ക് ഇതിലും നല്ലൊരു അവസരം തരും എന്ന് ഞാൻ വിശ്വസിച്ചു. അങ്ങനെ ഇരിക്കുമ്പം 2 മാസത്തിന് ശേഷം എനിക്ക് ഖത്തറിന്ന് എൻ്റെ അറിയുന്നൊരു ഫ്രണ്ട് വഴി എനിക്കൊരു ഓഫർ വന്നു. ഒരു പൈസ മുടക്കില്ലാതെ